ഈ സ്വാമി ആനന്ദവനത്തിന് ഈ പറയുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഒരു സ്വീകരണം നൽകാനായിട്ട് ഒരു ശ്രമം നടന്നു. അത് ഗംഭീരമായിട്ട് അവിടെ അലങ്കോലമായി എന്നൊരു വാർത്ത കേട്ടു. അതിന്റെ പിന്നിലൊക്കെ ഒരു നെറികെട്ട കളി കൊച്ചിൻ അല്ലെ ദേവസ്വം ബോർഡിന്റെ, അതായത് അത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. നമ്മള് അത് അത്ര വേണ്ടത്ര ശ്രദ്ധയിലേക്ക് വന്നില്ല. പ്രത്യേകിച്ചും അതൊരു സ്വാമിക്ക് സ്വീകരണം നൽകുന്ന പരിപാടിയാണ്. പക്ഷെ അവിടെ ദേവസ്വം ബോർഡിനും സർക്കാരിനും എന്തിനും ഒരു കല്ലുകടി, ഒരു വൈരാഗ്യം, കുശുമ്പ്, കുന്നായ്മയൊക്കെ ഉണ്ട് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്തിലേക്ക് പോകണം. അതായത് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പി സലിൽ എന്നായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ഒരു 10 വർഷത്തോളം മാധ്യമ പ്രവർത്തകനായിരുന്നു. മീഡിയ അക്കാഡമിയുടെ കൊച്ചി മീഡിയ അക്കാഡമി, അതായത് പണ്ടത്തെ പ്രസ് അക്കാഡമിയുടെ നിന്ന് ജേർണലിസം പൂർത്തിയാക്കിയ ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു തികഞ്ഞ SFI കാരനായിരുന്നു. അദ്ദേഹം ക്രൈസ്റ്റ് കോളേജ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജ് എന്നിവിടങ്ങളിലേക്കായിരുന്നു. കേരളവർമ്മയിലായിരുന്നപ്പോഴാണ് SFI പ്രവർത്തനമായിട്ടൊക്കെ മുന്നോട്ട് പോയത്. ഒരു 10 വർഷത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം മാധ്യമപ്രവർത്തകൻ്റെ കുപ്പായം അണിഞ്ഞിട്ടുണ്ട്. കൂടാതെ മീഡിയ അക്കാദമിയുടെ അസിസ്റ്റന്റ് എഡിറ്ററായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. SFI തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ്, കേരളവർമ്മ കോളേജ് യൂണിറ്റ് സെക്രട്ടറി, തൃശ്ശൂർ ഏരിയ പ്രസിഡന്റ്, ഇരിങ്ങാലക്കുട ഏരിയ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും പറയുമ്പോൾ തന്നെ ചേട്ടന് മനസ്സിലാകും എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് അനുമതി നിഷേധിച്ചു എന്നുള്ളത്. അതിന് ചൂണ്ടിക്കാണിക്കാൻ ഒരു കാരണം വേണം എന്നുള്ളത് വ്യക്തമാണ്. ആ കാരണം നമുക്ക് ഇഷ്ടമല്ലാത്ത അച്ചി തൊടുന്നതെല്ലാം പ്രശ്നമാണ്. അത് നമ്മൾ പല സന്ദർഭങ്ങളിലും കാണുന്നതുമാണ്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിനെ ഒഴിവാക്കാൻ ഒരു കാരണം കണ്ടെത്തി. ആ കാരണമാണ് ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായത്. ഇതിൽ നമ്മൾ എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? അതായത് ഒരാൾ ഒരു SFI പ്രവർത്തകനായിരുന്നത് കൊണ്ട്, അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു ഇടതുപക്ഷ ചായ്വ് ഉണ്ടായിരുന്നത് കൊണ്ട് അതെ. പക്ഷെ അദ്ദേഹം നടത്തിയ യാത്രയിലൂടെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം നടത്തിയ യാത്രയിലൂടെ അദ്ദേഹം ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിനും അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കും വ്യക്തമാകുന്ന ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയാണ് ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് വേറിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട നിമിഷത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ സന്യാസി ദീക്ഷ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. അത് ചുമ്മാതൊന്നും ചെല്ലുമ്പോൾ ഇങ്ങ് ദീക്ഷ തരൂ എന്ന് പറയുമ്പോൾ അങ്ങ് തരുന്നതല്ല, അതിന് വർഷങ്ങളുടെ പ്രയത്നമുണ്ട്. അതെ, അതൊരു തപസ്യാണ്. അപ്പോൾ ആ കാര്യത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. നമ്മൾ കഴിഞ്ഞിടക്ക് ചേട്ടൻ അറിയാമല്ലോ, നമ്മൾ പുറത്തു വിട്ടിരുന്നു മകൻ കുംഭമേളയ്ക്ക് പോയി. അതെ, അത് നമ്മൾ പുറത്തു വിട്ടു. ജോസഫ് മാഷ് കുംഭമേളയിൽ പോയി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു SFI കാരൻ, പണ്ട് SFI ആയിരുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ ചെയ്യുന്നതിൽ ഒരു മഹാമണ്ഡലേശ്വരായി മാറി എന്നുള്ളത് അഭിമാനമായി കാണാതെ അപമാനമായി കാണുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചേട്ടന് തോന്നുന്നത്? പ്രജിത ഇത് ഇത്രയും പറയുമ്പോഴും ഞാനൊന്ന് അറിയാതെ ചിരിക്കുകയായിരുന്നു. അറിയാതെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചിരിക്കുകയായിരുന്നു. അതാണ് ഈ പാർട്ടി. CPM എന്ന് പറയുന്ന പാർട്ടിയെ നിങ്ങൾക്ക് അറിയില്ല എന്ന് അവർ പറയുമ്പോൾ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് അവരുടെ പാർട്ടിയിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വിട്ട് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അവനെ നമ്മൾ നാടൻ ഭാഷയിൽ അടപടലം, അല്ലെങ്കിൽ സിനിമാ ഭാഷയിൽ അടപടലം പൂട്ടുന്ന ഒരു പരിപാടി. പിന്നെ അവനെ കൊല്ലുക, പണ്ട് കൊല്ലുമായിരുന്നു, ഉന്മൂലനാശം ചെയ്യുക എന്നാണ് അവരുടെ ഒരു പദ്ധതി. സാധ്യത ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് എന്റെ തിരുവനന്തപുരത്ത് എന്റെ നാട് ഒരു ഗ്രാമപ്രദേശമാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. അവിടെ എന്റെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട് പാർട്ടി വിട്ട്, അതായത് ഇന്നലെ വരെ അത് CPM അല്ല CPI എന്ന പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ അങ്കിളെ എന്ന് വിളിക്കുന്ന ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഇവർ പൈശാചികമായി കൈകാര്യം ചെയ്ത് കളഞ്ഞു. അത് പാർട്ടി ആസൂത്രണം ചെയ്ത പാർട്ടിയുടെ കേഡറുകൾ, അത് ചെയ്തവരെ കേഡർ എന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല.
അത് അതിരൂക്ഷമായി. അതെന്ന് വെച്ചാൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കേട്ട ചിലപ്പോൾ അതിശയം തോന്നും. കാര്യം എൻ്റെ ചെറുപ്പകാലത്താണ്, എൻ്റെ 5 വയസ്സിനിടയ്ക്ക് ഞാൻ കേൾക്കുന്ന അല്ലെ 10 വയസ്സിനിടയ്ക്ക് ഞാൻ കേൾക്കുന്നൊരു, അന്ന് എൻ്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ കേട്ടറിഞ്ഞതാണ് അയാളെ പാർട്ടി പ്രതികാരം ചെയ്തതാണ്. അയാളെ പാർട്ടി അയാളുടെ കാലിൻ്റെ കുഴി ഞരമ്പ് വെട്ടുകയായിരുന്നു. കാലിൻ്റെ കുഴി ഞരമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പൂറ്റിക്ക് താഴെയുള്ള അതാണ് CPM. CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ CPI എന്ന പാർട്ടി, CPI അന്ന് CPI-കാരനാണ് അത് ചെയ്തത്. അയാൾ കോൺഗ്രസിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഇതിൽ ഇത്രയും നമുക്ക് വായിക്കാനുള്ളൂ. ഇതൊരു വൈദേശിക പാർട്ടിയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി വിദേശത്ത് നിന്ന് ഇവിടെ വന്ന ഒരു പാർട്ടിയാണ്. ഈ പാർട്ടി ഒരു നിശ്ചിത കാലയളവിൽ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. ജന്മി കുടിയാൻ വ്യവസ്ഥയുടെ ഭാഗമായി നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞ് കാലഹരണപ്പെട്ടതായി ഈ പാർട്ടി മാറിക്കൊണ്ടേയിരിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ ഇത് ഇല്ലാതായി അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇത് കേരളത്തിൽ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കോർപ്പറേറ്റുകൾ കാശ് കൊടുക്കാനുള്ളത് കൊണ്ട് കോർപ്പറേറ്റുകളെ സഹായിക്കാനായി CPM എന്ന് പറയുന്നത് ഇപ്പൊ കോർപ്പറേറ്റ് പാർട്ടിയാണ്. അപ്പോൾ അതിൽ ഇത്രയും നമ്മൾ വായിച്ചെടുക്കാനുള്ളൂ. CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് നിരവധി കാര്യങ്ങൾ, അതായത് നാം ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിരവധി നേതാക്കളെ പേര് പറഞ്ഞുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റും. അതായത് TJ ആഞ്ചലോസ് എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു ആലപ്പുഴ. ഈ TJ ആഞ്ചലോസ് എന്ത് അപരാധം ചെയ്തിട്ടാണ് TJ ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? അയാൾ ജനകീയനായിരുന്നു. സുധാകരൻ തന്നെ പറഞ്ഞു, സുധാകരൻ തന്നെ പറഞ്ഞു, ഞാനും കൂടെ ചേർന്ന് കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് VS-ന്റെ തോൽവിക്ക് ആഞ്ചലോസ് കാരണമാണെന്ന് പറഞ്ഞത്. ആഞ്ചലോസിനെ ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട് തള്ളുകയായിരുന്നു. അങ്ങനെ നിരവധി പേരെ. ഭരതൻ എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കണ്ണൂരുകാരൻ ഭരതേട്ട എന്നാണ് KSRTC ജീവനക്കാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തെ എന്തിനു പുറത്താക്കി? അപ്പോൾ ഇങ്ങനെ പുറത്താക്കി ഞാൻ എണ്ണം പറയുകയാണെങ്കിൽ CPM ചെയ്ത ഈ കൊടും വഞ്ചന, ഈ കൊടും പാതകങ്ങൾക്ക് പറയാൻ ഈ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം തികയത്തില്ല. എന്തായാലും നമ്മൾ ആനന്ദവനത്തിലേക്ക് വരുമ്പോൾ അതെ, ഈ ആനന്ദവനത്തിലേക്ക് വരുമ്പോൾ പിന്നീട് കൈ കഴുകണമല്ലോ ദേവസ്വം ബോർഡിന്. ദേവസ്വം ബോർഡ് പറഞ്ഞത് വടക്കുന്നാഥൻ ശ്രീമൂലസ്ഥാനത്ത് സ്ഥലം അനുവദിക്കാൻ ക്ഷേത്രം തന്ത്രിയുടെ അനുമതി ആവശ്യമായിരുന്നു. ശ്രീമൂലസ്ഥാനത്ത് ഇത്തരം പരിപാടികൾ നടക്കാറില്ലെന്നത് കൊണ്ടാണ് തന്ത്രി അനുമതി നിഷേധിച്ചത്. ഈ പരിപാടിക്ക് വിവേകാനന്ദ സ്ക്വയറിൽ സ്ഥലം അനുവദിക്കുകയും ചെയ്തു. അപേക്ഷ തന്ന സമയത്ത് തന്നെ ശ്രീമൂലസ്ഥാനം അനുവദിക്കാൻ സാധിക്കില്ല എന്ന വിവരം അപേക്ഷകനെ അറിയിച്ചിരുന്നു. പിന്നീട് തന്ത്രിയുടെ രേഖാമൂലമുള്ള മറുപടി കിട്ടിയതിനു ശേഷം അപേക്ഷകനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അതിനൊരു കാരണമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇദ്ദേഹം ചെന്നിരിക്കുന്ന അഖാഡ എന്ന് പറയുന്നതേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായിട്ടുള്ള നാഗസന്യാസി സമൂഹമായിട്ടുള്ള ശ്രീ പഞ്ച് ദശാനാം ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ടാണ് അദ്ദേഹം അവരോധിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിസ്സാര കാര്യമല്ല. അതായത് ഇന്ത്യയിലെ 13 അഖാഡകളിൽ ഏറ്റവും പ്രമുഖമായ സ്ഥാനമാണ് ഈ സന്യാസി സമൂഹത്തിന് തന്നെയുള്ളത്. ഇതിൽ പ്രീത പറഞ്ഞ ഒരു കാര്യമുണ്ട്, തുടക്കത്തിൽ പ്രീത ഒരു കാര്യം പറഞ്ഞു. അതായത് നമുക്ക് ഈ പിന്നെ ചില കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധി മരവിച്ചിരിക്കും. ചില കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മുടെ ബുദ്ധി മരവിക്കുന്നത് നമ്മുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കത്തില്ല. ഇപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇപ്പൊ സന്യാസിയായിട്ട് പൂർവാശ്രമം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കോളേജ് കാലത്ത് ചിലപ്പോൾ കണ്ടതും വളർന്നതൊക്കെ SFI ആയിരിക്കും. അദ്ദേഹത്തിന്റെ പിന്നെ കൗമാരകാലത്ത് വ്യൂ പോയിന്റിലേക്ക് ഒരാൾ വരില്ല എന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അതെ, വെളിവ് വെള്ളിയാഴ്ച ഇല്ലാത്ത കാലത്ത് വെളിവ് വെള്ളിയാഴ്ചയും വന്നപ്പോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാതയിലേക്ക് പോയി. അതിന് വ്യക്തിവൈരാഗ്യം തീർക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ എത്ര ഹൈ ലെവൽ ചിന്തിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിലും ഈ പാർട്ടിയിൽ ഇപ്പോഴും ഇവരുടെ ചില കാര്യങ്ങളിൽ ഇവർ ഇന്ന് തറ ലെവലാണ് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിൽ സ്വീകരണം നൽകുകയാണ്. അപ്പോൾ ആ സ്വീകരണം നൽകിയതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മുടെ KT ജലീൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്, മതപഠനശാലകളിൽ പോകുന്നവരാണ് കൂടുതൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് ലഹരി ഉപയോഗങ്ങൾക്ക്. അപ്പൊ പറയാം ആ ഒരു സംഭവം ഇല്ലാത്തത് എന്തുകൊണ്ടോ അതില്ലാത്തത് ഈ ഹൈന്ദവ സമൂഹത്തിലാണ്. അപ്പോൾ അതുമായി ചേർത്ത് ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം പോലും വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. വിവേചന ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ബുദ്ധി നശിക്കുന്നത് കൊണ്ടല്ല. ഈ പറയുന്ന സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹം ആയിരിക്കുന്ന എന്താ പറയാ, അതായത് മഹാമണ്ഡലേശ്വരായിട്ടാണ്, ആ ഒരു നാഗസന്യാസി സമൂഹത്തിന്റെ മഹാമണ്ഡലേശ്വരായിട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 53 വർഷം മുമ്പാണ്
മലയാളിയായിട്ടുള്ള ഒരാൾ ഇത്തരത്തിലൊരു മഹാമണ്ഡലേശ്വരായി വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് അങ്ങനെ ആകാനുള്ള യോഗ്യത ഉള്ളത് കൊണ്ടാണ് മറ്റു സന്യാസിശ്രേഷ്ഠന്മാർ അദ്ദേഹത്തിന് അങ്ങനെ ആക്കിയത്. അതെ. ആ യോഗ്യത ഉള്ള ഒരാള് അങ്ങനെ ആ യോഗ്യത നേടുമ്പോൾ അദ്ദേഹത്തിന്റെ പൂർവ്വചരിത്രം പറഞ്ഞുകൊണ്ട് കുശുമ്പും അസൂയയും കാണിച്ചിട്ടോ കുന്നാമിത്തരം കാണിച്ചിട്ടോ യാതൊരു കാര്യവും ഇല്ലെന്നുള്ള ഈ കുന്നാമിത്തരവും അസൂയയും കാണിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഈ നടക്കുന്ന നമ്മുടെ ആശാവർക്കർമാരെ സമരം. ഈ പറയുന്ന ഈ സമരം എന്തുകൊണ്ട് തീരുന്നില്ലെന്ന് വെച്ചാൽ വെറുതെയുള്ള കുശുമ്പും മാത്രമാണ്. ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതെ.